ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ സ്കൂൾ വ്ളോഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കമോൺ. ഉടനെ തന്നെ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കാരണം നമ്മൾ എത്ര നന്നായിട്ട് പോയാലും വരുമ്പോൾ ഒരു പേക്കോലത്തിലാണ് വരുന്നത്. ശേഷം ഞാൻ യൂണിഫോം വാഷ് ചെയ്യാനായിട്ട് നേരെ കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നപ്പോഴേക്കും പയറുകറി, ഗോതമ്പ് ദോശയും കട്ടൻ ചായ ഉണ്ടായിരുന്നു. ഇതെല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞത് നേരെ കെമിസ്ട്രി റെക്കോർഡ് ചെയ്താൻ വേണ്ടിയാണ് കേട്ടോ പോയിരുന്നത്. സബ്മിഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആക്ച്വലി ഈ വീഡിയോ എടുത്തത് ഞാൻ ജൂൺ 23 മുമ്പാണ്. കാരണം പപ്പയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് എന്തോ ഇഷ്യൂ വന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടി കൊടുത്ത് കിട്ടിയത് ജൂലൈ 28 ആണ്. ഞാൻ ഇതെല്ലാം കറക്റ്റ് ഓർത്ത് വെച്ച് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു പറയുന്നത്, ഞാൻ പോസ്റ്റ് ചെയ്യണ ഈ ടൈമിൽ ഞങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോസാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം സുവോളജി ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അത്യാവശ്യം അടിപൊളി ചാപ്റ്ററാണ്. പിന്നെ മാത്സ് ഞാൻ എടുത്തതെന്ന് ജസ്റ്റ് നോക്കിയിടും. അങ്ങനെയാണ്. മൈനർ ആൻഡ് കോ-ഫാക്ടർ ഡിറ്റർമിനൻസിലെത്തിയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന പോർഷൻ കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ അത്ര എത്തിയിട്ടോ. അങ്ങനെ മാത്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ബുക്ക് ഇങ്ങനെ തുറന്നു വെച്ച ഉടനെ തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, പക്ഷേ ബുക്ക് തുറന്ന ഒന്നല്ലെങ്കിൽ ഉറക്കം വരും, അല്ലെങ്കിൽ വിശപ്പ് വരും. ഏതിലൊക്കെ ഒന്ന് എന്തായാലും നിർബന്ധ ആ സംഭവം. പിന്നെ ഞാൻ ആ ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി. ഇപ്പം പഠിക്കണോ, തിന്ന് കഴിഞ്ഞിട്ട് പഠിക്കണോ എന്നുള്ള ധാരണയിൽ ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഡൈനിങ് ടേബിളിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും മാങ്ങേനെ കണ്ടു. മാങ്ങ ഞാൻ നടുക്കുന്ന് മുറിക്കുന്നത് അതിന് സ്പീഡില്ല, അതുകൊണ്ടാണ് കേട്ടോ നടുക്കുന്ന് മുറിക്കുന്നത്. ഞാനിങ്ങനെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് തന്നെയായിരുന്നു. അപ്പോഴേക്കും പെർഫെക്ഷൻ കിട്ടാൻ എന്തോ ഒരു ഇത്. ചില സമയം അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെർഫെക്റ്റ് ആയില്ലെങ്കിലും മുറിഞ്ഞു കിട്ടും, അതുപോലെ. ശേഷം നമുക്ക് നേരെ ഡിന്നറിന്റെ വിഭവങ്ങളിലേക്ക് പോവാം. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഫുഡ് വ്ളോഗ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾ ക്ഷമിക്കുക, ഫുഡ് കഴിച്ചാലേ എനർജി വരുള്ളൂ, എനർജി വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ കണക്കാക്കുക. അപ്പം നല്ലോണം പഠിക്കണം എന്നുള്ളൊരു വാരി വലിച്ചങ്ങ് തിന്നുക എന്നെ പോലെ. എനിക്ക് നല്ലോണം പഠിക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വിട്. അപ്പോൾ കറിയിലേക്ക് പോകുമ്പോൾ കക്ക ഞങ്ങൾ തേങ്ങ അരച്ചാണ് വെക്കാറുള്ളത്. അങ്ങനെ ചാറ് ഉണ്ടാവില്ല, അപ്പോൾ മമ്മി അങ്ങനെയാണ് വെക്കുന്നത്. തേങ്ങ അരച്ച് വെച്ച കക്ക കറിയുമുണ്ട്. സൈഡിൽ നമ്മൾ മാങ്ങിയിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ. അതിനുശേഷം നമുക്ക് ഉള്ള കറി ചെമ്മീനാണ്. ചെമ്മീൻ സാധാരണ രീതിയിൽ ഉള്ളെത്തിയത്. ദാറ്റ് വാസ് എ ലക്ക്. വീഡിയോ എടുക്കുന്ന ദിവസം നല്ല കറികളൊക്കെ വന്ന് സാധാരണ വല്ല മീൻകറിയും പിന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈവനിങ് കൂട്ടിയ പയറ് കറിയുണ്ട്. അപ്പോൾ ഇതും കൂടി വന്നപ്പോഴേക്കും അടിപൊളിയായി. വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ കറി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോയും കൂടി കഴിക്കുന്നുണ്ട്. കാരണം റെയറസ്റ്റ് ഓഫ് ദ റെയറാണ് നിങ്ങൾ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കാറുള്ളത്. ബാക്കി വല്ല മന്തിയോ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞാൽ ഓടും ഇവിടെ നിന്ന്. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ ഷുഡ് ഈറ്റ് ഹെൽത്തി. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ ഞാൻ എടപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാളിൽ വാങ്ങിച്ചതാണ്. അതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ എനിക്കിത് മതി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടോ. ഞാനിത് വാങ്ങിച്ച ടൈമിൽ നല്ലപോലെ വെള്ളം കുടിക്കുമായിരുന്നു ആ ബോട്ടിൽ യൂസ് ചെയ്ത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ബെഡിൻ്റെ സൈഡിൽ അതങ്ങനെ വെറുതെ കിടക്കുകയാണ്. എന്തിനാണെന്നും കൂടി അറിയില്ല. ഞാനത് നടക്കാറുമില്ല, നോക്കാറുമില്ല, അവിടെ വെറുതെ ഇരിപ്പുണ്ട്. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഫുള്ള് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഒന്നുകൂടെ നോക്കി. പിന്നെ മെട്രിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്നൊരു ബുക്ക് ഉണ്ട്. അപ്പോൾ ആ ബുക്കിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല, അതുവരെ കാര്യം. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളറും ബോട്ടിലിൻ്റെ ഫോൺ ചെയ്തേക്കുന്ന കളറും സെയിം ആണ്. അത് വെച്ച് കുറച്ച് പൊട്ടിച്ച് കാണിച്ചു. ഇനി ബോട്ടിലിൻ്റെ പ്രമോഷനൊന്നും അല്ല ഗൈസ്, കണ്ടാൽ അതേപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിന് ശേഷം ഞാൻ നേരെ ഫിസിക്സ്, നമ്മൾ പകുതിക്ക് വെച്ച ഫിസിക്സ് നമ്മൾ വീണ്ടും തുടങ്ങി. അപ്പോൾ ഒരു എസ്തെറ്റിക്സിന് വേണ്ടി ഞാൻ യൂട്യൂബിലൊരു പാട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിസിക്സ് പഠിക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു മമ്മി അവിടെ ഇരുന്ന് തയ്ക്കുന്നത്. സോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല, മമ്മീൻ്റെ കൂടെ സംസാരിക്കണം എന്ന് പറയാം. മമ്മി ഓരോരോ കാര്യം ചോദിക്കും, ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുക്കും. മമ്മീനോട് വീണ്ടും ഞാൻ ചോദിക്കും, മമ്മി അതിന് റിപ്ലൈ തരും. ലൈക്ക് ഒരു കോൺവെർസേഷൻ ആ ടൈമിലാണ് നടന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ എഴുതുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അത് സച്ച് എ കോമൺ തിങ്. ഫിസിക്സിൻ്റെ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ പോർഷനാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. സത്യം പറഞ്ഞാൽ ഞാനതൊന്ന് എഴുതി വെക്കും, ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കും. പിന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതൊക്കെ ബൈ ഹാർട്ട് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് തലയിൽ നിൽക്കത്തില്ല, അത് വേറെ കാര്യം. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ബൈ ഹാർട്ട് ചെയ്യണത്. കാരണം ഞാനൊരു 4th പഠിക്കുമ്പോഴേക്കും മറന്നു പോകും. ഒരു വേർഡ് മറന്നു പോയാൽ ആ സെൻറ്റൻസേ മറന്നു പോകും. ആ ഒരു ഇത് കാരണം എനിക്ക് പണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു. ബട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ വായിച്ചിട്ട് പോയാൽ മതി, അവിടെ ചെന്നിട്ട് ആലോചിച്ച് എഴുതാം. പക്ഷേ ആലോചിച്ച് എഴുതി വരുമ്പോഴേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് മലയാളത്തിനൊക്കെ പറ്റതാണ്. ആലോചിച്ച് എഴുതി വരുമ്പോഴേക്കും സമയം പോകും. പക്ഷേ സബ്ജക്ട്സിനൊക്കെ ആവശ്യത്തിലേറെ ടൈം കിട്ടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് അത്രയും ആലോചിച്ച് എഴുതേണ്ട സംഭവമാണ്. അത്രയും കൺഫ്യൂസിങ് ആണ്. മര്യാദക്ക് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞാൽ തന്നെ പോകും മാർക്സ് അവിടെ ഇവിടെയൊക്കെ. എൻ്റെ അങ്ങനെയാണ് പറ്റിയിരിക്കുന്നത്. നമ്മൾ ഉപദേശം തരാൻ എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയ ഒരാളല്ല. എന്നാലും
എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഡെറിവേഷൻസ് ഒക്കെ കൂടുതലും ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുമ്പോഴാണ് ഇന്നതാണെന്ന് മനസ്സിലാവുന്നത്. ഒറ്റ നോട്ടത്തിൽ വായിച്ചാലൊന്നും മനസ്സിലാവത്തില്ല. ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പ്രോസസ്സ് ചെയ്ത് കത്തുന്നത്. ഈ റെക്കോർഡിൻ്റെ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അത്രയും പെർഫെക്റ്റ് ഒന്നല്ല, അതുള്ളതിനകത്ത് അടിപൊളിയായിട്ട് തോന്നിയതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.